ഹലോ ഫ്രണ്ട്സ്, ചൈനയിൽ പോയപ്പോഴുള്ള ജോബ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. ചൈനയിൽ നല്ല ഏർണിംഗ് പൊട്ടൻഷ്യൽ ചൈന രാജ്യം വളരെയധികം ഏർണിംഗ് പൊട്ടൻഷ്യൽ ഷാങ്ഹായ്, ബെയ്ജിംഗ്, ഷെൻഷൻ പോലെയുള്ള നമ്മുടെ വലിയ ഇന്ത്യൻ വലിയ സിറ്റീസായ ബാംഗ്ലൂർ, മുംബൈ, ഇന്ത്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് 2x or 3x അതായത് ബാംഗ്ലൂർ, മുംബൈ കിട്ടുന്ന സിറ്റീസ് ഉണ്ട് 2x or 3x ഷാങ്ഹായ്, ബെയ്ജിംഗ്, ഷെൻഷൻ പോലെ. ഇത് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ചൈനയിൽ കാണിച്ചിട്ടുള്ളത്. വേൾഡ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഉള്ളത്. ഹൈ സ്പീഡ് റെയിൽ, സ്മാർട്ട് സിറ്റി ഇൻ്റഗ്രേഷൻ എല്ലാം നമ്മളുടെ ഇന്ത്യനെയും കാട്ടിലും ചൈനയെ എഫിഷ്യൻ്റ് ആക്കുന്നുണ്ട്. സേഫസ്റ്റ് കൺട്രി കൂടിയാണ് ചൈന. ഏത് രാത്രിയിൽ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫസ്റ്റ് കൺട്രിയാണ് ചൈന. അവിടെ ക്രൈം റേറ്റും വളരെ കുറവാണ്. ടെക്നോളജി, മാനുഫാക്ചറിങ്, സപ്ലൈ ചെയിൻസ് എന്നിവ നമ്മളുടെ ഗ്ലോബൽ ആവറേജിനെയും കാട്ടിലും വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ചൈനയിൽ. ഡെയിലി ഗ്രോസറീസ്, ഗുഡ്സ്, ഇലക്ട്രോണിക്സ്, ക്ലോത്തിങ് എല്ലാം അവിടെ ചീപ്പറാണ്. നമ്മളുടെ ഇന്ത്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ചീപ്പറാണ്. പക്ഷേ അവിടെയുള്ള റെൻറ്റ് കുറച്ച് കൂടുതലാണ് വലിയ വലിയ സിറ്റീസിലൊക്കെ. മെറിറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ചൈനയെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ചൈനയിലുള്ള ഏറ്റവും വലിയ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജാണ്. ചൈനീസ് ലാംഗ്വേജാണ് അവിടെ കൂടുതലും ലോക്കലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് അറിയുക. നമ്മൾ ഗ്രോസറി വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനീസ് ആൾക്കാർക്ക് കൂടുതൽ പേർക്കും ഇംഗ്ലീഷ് അറിയില്ല. ചൈനീസ് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ചൈനയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും അവിടെ ജോലി ചെയ്യാനും വർക്ക് കൾച്ചറിനും എല്ലാത്തിനും. വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് റൂൾസാണ് അവിടെ ഉള്ളത്. ഡിജിറ്റൽ ഫയർ വാൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അങ്ങനെയുള്ള ആപ്സൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ബ്ലോക്ക്ഡ് ആണ്. നമുക്ക് VPN സിസ്റ്റം തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ചൈനീസ് എക്കോസിസ്റ്റമായിട്ടുള്ള WeChat, ബൈദു, ആലിപേ എന്നുള്ള ഇൻ്റർനെറ്റ് സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടുത്തെ വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 996 റൂളാണ്. അതായത് 9 AM to 9 PM 6 days a week. ഇന്ത്യയിലുള്ള 8 hours റൂൾസിന് പോലെയല്ല, അവിടെ 12 hours റൂളാണ് വർക്കിംഗ് കൾച്ചറിൽ വരുന്നത്. വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ ജോബ് നേടുക എന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമാണ്.